നമസ്കാരം. ഇറാൻ യുദ്ധം 20-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂഷ്യൽ ഒരു ആക്രമണം അത് ട്രംപിനെ പോലും പ്രതിരോധത്തിലാക്കിയ ദിവസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഇസ്രായേലിൻ്റെ ഒരു ആക്രമണത്തെ US തള്ളിപ്പറയുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടായി. ഈ സാഹചര്യം ലോകമാകെ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെച്ചത്. എന്താണ് ഈ 20-ാം ദിവസത്തെ അവസ്ഥ എന്ന് ഇറാൻ യുദ്ധത്തെ മുൻനിർത്തി നോക്കാം. ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഇതുവരെ നടത്തിയ ആക്രമണങ്ങളൊന്നും ലക്ഷ്യത്തിലെത്താത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഒടുവിൽ അഗ്രസീവായ ആക്രമണങ്ങൾക്ക് മുതിർന്നത്. അയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തിയതിന് ശേഷം മറ്റ് ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ തുനിഞ്ഞത്. ആ കണക്കുകൂട്ടലോടെയായിരുന്നു, അതായത് ഭരണമാറ്റത്തിനുള്ള അവരുടെ പാവ സർക്കാരിനെ നിയോഗിക്കാനുള്ള കണക്കുകൂട്ടലോടെ. എന്നാൽ അത്തരം ആക്രമണങ്ങളൊന്നും ഇറാന്റെ ഐക്യത്തിന് പോറൽ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഭരണാധിപനെ കൊന്നാലും പിന്നീട് നടത്തിയ ആക്രമണങ്ങൾ ഏതറ്റം വരെ പോയാലും അവിടുത്തെ സംവിധാനം നിലനിൽക്കുകയും ഇസ്രായേലിന് തിരിച്ചടി നൽകാനാവുന്നിടത്തോളം അവർ നൽകുകയും ചെയ്യുന്നു എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ആക്രമണത്തിന് തിരിച്ചടി അതേ തോതിലല്ലെങ്കിലും ഇറാൻ നടത്തുന്നുണ്ട്. ഹോർമുസ് വഴി ലോകത്തെ ആകെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു, യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ. അതോടെയാണ് ഇസ്രായേൽ ഇതുകൊണ്ട് പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കി തന്ത്രം മാറ്റിയത്. അങ്ങനെ ലാരിജാനിയെയും മറ്റു മുതിർന്ന നേതാക്കളെയും വധിച്ചു. അവിടെയും പക്ഷേ ഭരണമാറ്റം എന്ന ലക്ഷ്യം നേടാനാകില്ലെന്നുറപ്പായി. ഇതോടെ ഒടുവിൽ യുദ്ധം 20-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ അടുത്ത നടപടിയിലേക്ക് കടന്നു. ഇറാന്റെ സൗത്ത് പാഴ്സ് വാതകപ്പാടം ആക്രമിച്ചു. ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്ത് ഇറാനെ വഴിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ. എന്നാൽ ഇറാൻ വെറുതെ ഇരുന്നില്ല. US സമ്മർദ്ദത്തിലാക്കും വിധം അതിൻ്റെ പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്തിറങ്ങി. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ എണ്ണ പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. ഇതോടെ അമേരിക്ക പ്രതിരോധത്തിലായി. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏൽക്കാതെ US പങ്കില്ല എന്ന വിശദീകരണവുമായി ട്രംപ് തന്നെ രംഗത്തിറങ്ങി. സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ US ഖത്തറിനോ പങ്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഈ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ മേലിൽ ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തില്ലെന്ന ഉറപ്പും ട്രംപ് നൽകി. എന്നാൽ ഖത്തറിലെ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇസ്രായേലിന്റെ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായതാണ്. ആ സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കോ ഖത്തറിനോ പങ്കില്ല. US മുൻകൂട്ടി അറിവും ഉണ്ടായിരുന്നില്ല. ഭീമമായ ആ വാതക സംഭരണശാലയുടെ ഒരു ഭാഗം മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ. സാഹചര്യം പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഖത്തർ എന്ന നിരപരാധിയായ രാഷ്ട്രത്തെ വീണ്ടും ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ സഹായത്തോടെയോ അല്ലാതെയോ അമേരിക്ക സൗത്ത് പാഴ്സ് വാതകപ്പാടം പൂർണ്ണമായും തകർക്കും. ഇറാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കരുത്തായിരിക്കും അമേരിക്ക കാണിക്കുക എന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ചെയ്തത് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ പിഴവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കും വിധം അസാധാരണമായതും വഞ്ചനാപരമായതുമായ ആക്രമണമായിരുന്നു നടപ്പാക്കിയത്. മാത്രമല്ല US നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഇസ്രായേലിൻ്റെ ആക്രമണ പദ്ധതിയെക്കുറിച്ച് US അറിവുണ്ടായിരുന്നു എന്ന് അസോസിയേറ്റഡ് പ്രസ്സിനോട് ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയ റിപ്പോർട്ടും പുറത്തു വന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായ ഉടനെ ഇറാൻ അപലപിക്കുകയും പ്രത്യാഘാതത്തെക്കുറിച്ച് സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വന്നു. സംഘർഷം അവസാനിച്ചാലും വിതരണം പുനരാരംഭിക്കാൻ നീണ്ട കാലയളവ് വേണ്ടിവരും എന്നാണ് ഒടുവിലത്തെ വിവരം. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ ദ്രവീകൃത പ്രകൃതിവാതക പ്ലാന്റുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉൽപ്പാദനമടക്കം തടസ്സപ്പെട്ടു. ഇസ്രായേലിന്റെ ആക്രമണം അതേസമയം ആഗോള വിപണി ആശങ്കയിലാഴ്ത്തിയ സാഹചര്യം രൂപപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടൽ ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. പുതിയ സാഹചര്യം അമേരിക്കക്കെതിരായ വികാരം ആളിക്കത്താൻ ഇടയാക്കി. യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാക്കി ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ് ട്രംപും നെതന്യാഹുവും എന്നാണ് വിമർശനം. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ഇസ്രായേലിൻ്റെ ആക്രമണ പദ്ധതിക്ക് എതിരാക്കിയ സാഹചര്യം ആണ്. വാതകപ്പാടത്തെ ആക്രമണത്തെ അതുകൊണ്ടാണ് ട്രംപ് തള്ളിപ്പറയുന്നത്. നയതന്ത്ര ഇടപെടലിലൂടെ തണുപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തിയത്. ഇതേസമയം GCC രാജ്യങ്ങൾ നിർണായകമായൊരു ചുവടുവെപ്പ് ഇറാനെതിരെ നടത്തി. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിയൻ നയതന്ത്രജ്ഞരോടും ജീവനക്കാരോടും രാജ്യം വിടാൻ ഖത്തർ ഉത്തരവിട്ടിരുന്നു. വിശ്വാസം സമ്പൂർണ്ണമായി തകർന്നു എന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നുവരെ സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രി മുന്നറിയിപ്പ് നൽകി. കുവൈത്തും നടപടികളിലേക്ക് കടന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പ്രസ്താവനയുമായി രംഗത്തെത്തി എന്നതാണ് വാർത്ത. ഭീകര സംഘങ്ങൾക്ക് ആയുധങ്ങളും ഫണ്ടും നൽകുന്നത് ഇറാൻ നിർത്തണം എന്നും അത് രാജ്യാന്തര തലത്തിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നും സംയുക്ത നിലപാടിലൂടെ അവർ വ്യക്തമാക്കി.
മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ സംയുക്ത സൈനിക സഹകരണം ശക്തിപ്പെടുത്താനും റിയാദിൽ നടന്ന യോഗത്തിൽ അവർ തീരുമാനം എടുത്തു. എന്നാൽ ലാരിജാനിയെ കൊലപ്പെടുത്തിയതിന് വലിയ വില ഇസ്രായേൽ നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും ക്രിമിനൽ കൊലപാതകികൾ ദുഃഖിക്കേണ്ടി വരുമെന്നും മുജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ പറഞ്ഞു. മുജ്തബ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രസ്താവനയാണ് അത്. ലാരിജാനിയുടെ കൊലപാതകത്തെ അപലപിച്ച് ചൈനയും റഷ്യയും പരസ്യമായി രംഗത്തെത്തിയതും നയതന്ത്രപരമായി യുദ്ധത്തിൽ യുഎസിന് തിരിച്ചടിയാണ്. ലാരിജാനിയുടെ മരണം അംഗീകരിക്കാനാകില്ലെന്ന് വ്യാഴാഴ്ച ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗം നടത്തുന്നതിന് ചൈന എതിരാണ്. രാഷ്ട്രത്തലവന്മാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളും അംഗീകരിക്കാനാകില്ല. സംഘർഷം വളരാതിരിക്കാൻ സൈനിക നടപടികൾ നിർത്തണമെന്ന് എല്ലാ ഘടകകക്ഷികളോടും ചൈന ആവശ്യപ്പെട്ടു. ലാരിജാനിയുടെ വധത്തിൽ റഷ്യൻ പ്രസിഡന്റും മുജ്തബ ഖമനിയെ അനുശോചനം അറിയിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ യുദ്ധം ഊർജ്ജ വിപണിയെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമാണ്. അതോടെ അമേരിക്കയിലെ ആഭ്യന്തര വികാരം ട്രംപിന് എതിരാവുകയാണ് എന്നാണ് റിപ്പോർട്ട്. US സമ്പദ് വ്യവസ്ഥയും ട്രംപിന്റെ പരിഷ്കാരങ്ങളും അമേരിക്കൻ ജനതയെ നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കി. ഭരണപരമായി തന്നെ സ്തംഭനാവസ്ഥ. അതിനെ കൂടി മറികടക്കേണ്ട സമയത്ത് ട്രംപ് ഇസ്രായേലിനൊപ്പം കൂടി ലോകരാജ്യങ്ങൾക്കുമേൽ ആധിപത്യത്തിനും യുദ്ധത്തിനും ഇറങ്ങുന്നു. ഇത് പ്രാദേശിക പ്രതിസന്ധിയെ ആളിക്കത്തിക്കും എന്നാണ് വിമർശകരുടെ വാദം. ബാരലിന് $100 എണ്ണവില താങ്ങാൻ കഴിയാത്തത്ര ദുർബലമാണ് US സമ്പദ് വ്യവസ്ഥ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ EJ ആന്റോണി പറഞ്ഞു. ഇറാനിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ പണപ്പെരുപ്പത്തെക്കുറിച്ച് ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിച്ചപ്പോഴാണ് EJ ആന്റണി ഈ നിരീക്ഷണം നടത്തിയത്. സമ്പദ് വ്യവസ്ഥ കാണപ്പെടുന്നതിലും ദുർബലമാണ്. കൺസർവേറ്റീവ് ഹെറിറ്റേജ് ഫൗണ്ടേഷനിലെ ചീഫ് എക്കണോമിസ്റ്റായ ആന്റണിയെ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ തലവനായി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചത്. ഒരു മാസത്തിന് ശേഷം നിയമനം പെട്ടെന്ന് ട്രംപ് റദ്ദാക്കുകയും ചെയ്തതാണ്. എന്നാൽ ട്രംപിൻ്റെ അശാസ്ത്രീയമായ നയതന്ത്ര നിലപാടുകൾ അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ പോലും ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് EJ ആന്റണിയുടെ നിലപാടുകളോട് വിയോജിപ്പില്ലാത്ത ട്രംപ് അദ്ദേഹത്തെ പിൻവലിച്ചത് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യം വിലയിരുത്തിയ ആന്റണിയുടെ നിരീക്ഷണം US-ൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് വലിയ സൂചനകളാണ്, അപകട സൂചനകളാണ് നൽകുന്നത്. ഇതേസമയം വർദ്ധിച്ചു വരുന്ന എണ്ണവില അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ കാര്യമായി ബാധിച്ചേക്കും എന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കന്മാരുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും അവരുടെ നേതൃത്വത്തിനുണ്ട്. വിലവർധന US ബിസിനസ്സുകളെയും ഉപയോക്താക്കളെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ തിരിച്ചടി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നാണ് ട്രംപിൻ്റെ പാർട്ടി കൂടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖരുടെ വിലയിരുത്തൽ. യുദ്ധാവശ്യത്തിന് 20,000 കോടിയുടെ ഫണ്ട് അനുവദിക്കാൻ വൈറ്റ് ഹൗസിനോട് പെൻറ്റഗൺ ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം. നിലവിൽ US കോൺഗ്രസിൽ പല ബില്ലുകളും പാസ്സാക്കിയെടുക്കാൻ ട്രംപ് പെടുന്ന പാട് ലോകം കണ്ടതാണ്. എന്നാൽ യുദ്ധത്തിന് വേണ്ടി ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ US കോൺഗ്രസ് ട്രംപിന് അനുമതി നൽകുമോ എന്നത് വൈറ്റ് ഹൗസിനെ ആശങ്കപ്പെടുത്തുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി അനുകൂല നിലപാടാണ് എങ്കിലും സെനറ്റിൽ ബിൽ പാസ്സാകാൻ ആവശ്യമായ 60 വോട്ടുകൾ എന്നത് വലിയ കടമ്പയാണ്. യുദ്ധങ്ങൾക്ക് അമേരിക്ക സൈനിക സഹായവും സാമ്പത്തിക സഹായവും നൽകുന്നത് രാജ്യത്തിന് ബാധ്യതയാണ് എന്ന് യുക്രൈൻ യുദ്ധമടക്കം ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് വോട്ട് നേടിയ ആളാണ് ട്രംപ് എന്നത് പ്രശ്നത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. ഒടുവിലത്തെ ഒരു സുപ്രധാന നീക്കമുണ്ടായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ്. ഇറാനിലെ ഇസ്ഫഹാനിലെ തകർക്കപ്പെട്ട ഭൂഗർഭ ആണവ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ലെന്ന നിലപാടുമായി IAEA ഡയറക്ടർ റാഫേൽ ഗ്രോസി രംഗത്തെത്തി. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. 2025 ജൂണിൽ ഈ കേന്ദ്രം സന്ദർശിക്കാൻ IAEA ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നതുമാണ്. ഇറാനുമായുള്ള സംഘർഷം കനത്ത സാഹചര്യത്തിൽ പിൻവാങ്ങി. പിന്നീട് ഇറാന്റെ പക്കലുള്ള 60% ശുദ്ധീകരിച്ച യുറേനിയത്തിന്റെ പകുതിയോളം ഇസ്ഫഹാനിലെ ഈ ടണൽ കോംപ്ലക്സിലാണ് എന്നായിരുന്നു അമേരിക്കയുടെ നിഗമനം. അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ആക്രമണം നടത്തിയത്. 2 നിഗമനങ്ങളാണ് അതിന്റെ പിന്നാലെ അവതരിപ്പിക്കപ്പെട്ടത്. ഒന്ന്, ആക്രമണത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറാൻ ഭരണകൂടം യുറേനിയം മാറ്റിയിട്ടുണ്ടാകാം. 2, ആക്രമണത്തിന് കാര്യമായ കേടുപാടുകൾ അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കാൻ പോലും ആ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഈ ടണൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഏകദേശം 200 കിലോഗ്രാമിലധികം വരുന്ന യുറേനിയം ശേഖരം ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാനാകുമെന്നാണ് റഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരായ നീക്കം ഇസ്രായേലും US-ഉം ആഘോഷിക്കുമ്പോൾ എളുപ്പത്തിൽ പര്യവസാനിക്കുന്ന യുദ്ധമേ ആയിരിക്കില്ല എന്ന സൂചനയാണ് റഫേൽ ഗ്രോസിയുടെ വാക്കുകളിലുള്ളത്. യുദ്ധാരംഭത്തിൽ ഇസ്രായേൽ കരുതിയതുപോലെയുള്ള ഒരു ലക്ഷണവും ഇറാൻ പ്രകടിപ്പിക്കുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്നില്ല. പരാജയപ്പെട്ടു, തീർന്നു, ദുർബലരായി, തകർത്തു എന്നെല്ലാം ട്രംപ് നിത്യവും മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇപ്പോഴും പ്രതിരോധിച്ചും തിരിച്ചടിച്ചും US-ഇസ്രായേൽ സഖ്യത്തെ
കുഴപ്പിക്കുകയാണ്. 20 ദിവസം കഴിയുമ്പോഴും ലക്ഷ്യത്തിൻ്റെ 7 അയലത്തെത്താനാകാതെ നിൽക്കുമ്പോൾ ആണവ ശേഖരം ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ മാത്രം ശക്തമായി ഇറാന്റെ കൈകളിലുണ്ട് എന്ന വിലയിരുത്തൽ സങ്കീർണമായ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധ നിരീക്ഷകർ പറയും പോലെ ഇറാനെതിരായ യുദ്ധം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നിർത്താനാകാത്ത ചൂതാട്ടമായി മാറുമോ? US ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാകുമോ? കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി, നമസ്കാരം.